ഇപ്പോൾ വെള്ളപ്പൊക്കമില്ലാത്ത വർഷങ്ങൾ ഏതാ ഉള്ളത്? ഇപ്പോൾ വെള്ളപ്പൊക്കങ്ങളില്ലാത്ത സമയങ്ങൾ എപ്പോഴാണ് ഉള്ളത്? എപ്പോഴും മഴ തന്നെ, എപ്പോഴും പ്രശ്നങ്ങൾ തന്നെ, എപ്പോഴും അതാ ഉരുൾപൊട്ടൽ സംഭവിക്കുകയാണ്, എപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പേമാരി വരുന്നു. കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ എറണാകുളം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നില്ലേ? എത്ര ആളുകളാ മരണപ്പെടുന്നത്, എത്ര ഉരുൾപൊട്ടലുകളാ സംഭവിക്കുന്നത്, ഉരുൾപൊട്ടലുകളിൽ എത്ര പേരാ ഒലിച്ചു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര കൊടുങ്കാറ്റുകളാ, മുമ്പൊന്നും കേട്ടുപോലും പതിവില്ലാത്ത വാർത്തകളല്ലേ. ഇങ്ങനെ എത്ര പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത്. ഇതൊക്കെ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് അള്ളാഹു തരുന്നതല്ലേ. അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞപ്പോൾ കണ്ടില്ലേ, ഫിർഔൻ അങ്ങനെ ജീവിച്ചില്ല. അതുകൊണ്ട് ഫിർഔനെയും സമുദായത്തിനെയും അള്ളാഹു ശിക്ഷിച്ചു. ഹാമാന് നടന്നില്ല, ഹാമാനെ അള്ളാഹു ശിക്ഷിച്ചു. ഇങ്ങനെ അള്ളാഹിനെ സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞപ്പോൾ ധിക്കരിച്ചുകൊണ്ട് നടന്നവരെ അള്ളാഹു ശിക്ഷിച്ച നമ്രൂദിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലില്ലേ? ഫിർഔനിൻ്റെ ചരിത്രമില്ലേ? അള്ളാഹിനെ സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞപ്പോൾ അവരൊന്നും നടന്നില്ല. അപ്പോൾ അള്ളാഹു അവർക്കെതിരെ ശിക്ഷകൾ കൊടുത്തയച്ചു. കണ്ടില്ലേ, ലൂത്ത് നബിയുടെ സമുദായം, അവരുടെ പ്രത്യേകത എന്താണ്? ഗേക്കളല്ലേ, ലെസ്ബിയനല്ലേ? അതാ സ്വശരീരങ്ങളുമായി സ്വവർഗത്തിൽപ്പെട്ട സ്വവർഗരതീനെ ഇഷ്ടപ്പെടുന്ന ലൂത്ത് നബിയുടെ സമുദായം ഇന്നത്തെ ലോകത്തിനെ പോലെ, ഇന്നുള്ള കാലഘട്ടത്തിനെ പോലെ സ്വവർഗരതിയതാ നിയമമാക്കി, നിയമപുസ്തകമാക്കി കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ഒരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ടടാ. അത് ലൂത്ത് നബിയുടെ സമുദായമാണ്. അവരെ അള്ളാഹു നശിപ്പിച്ചില്ലേ? അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രത്തോളം ശിക്ഷകൾ ഈ ലോകത്തിൽ നടക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഫിർഔനിനെയും ഹാമാനിനെയും നമ്രൂദിനെയും ഒക്കെ നമ്മളെപ്പോലെ സൃഷ്ടിച്ച അള്ളാഹു തന്നെയാണ് പറഞ്ഞത്, സൂക്ഷിക്കണേ, അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കണേ എന്ന്. അങ്ങനെ ജീവിച്ചില്ല. അപ്പോൾ അള്ളാഹു അവരുടെ മേലിലേക്ക് അദാബുകൾ പറഞ്ഞു വിട്ടു. അതുപോലെ നമ്മളോടും പറഞ്ഞു സൂക്ഷിക്കണേ. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ദുആ ഉണ്ട്, എൻ്റെ സമുദായത്തിനെ ഒന്നടങ്കം നീ നശിപ്പിക്കല്ലേ അല്ലാ എന്ന്. ആ ഒരു ദുആ ഉള്ളത് കൊണ്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് നശിച്ചു പോകൂല മറ്റുള്ള സമുദായങ്ങളെപ്പോലെ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കഴിച്ചിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റബ്ബിൻ്റെ ശിക്ഷയിനെക്കുറിച്ച് ഓർത്തോ സഹോദരാ. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ വരുമ്പോൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്കുണ്ടാകുമ്പോൾ ധിക്കരിച്ച് നടക്കലല്ല വേണ്ടത്. എത്രയെത്രയാ പള്ളികളിൽ നിന്ന് വാഴ്ന്നു കേട്ടത്. കല്യാണങ്ങൾ നടത്തുമ്പോൾ അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ചിലവ് ചുരുക്കി നിൻ്റെ നിക്കാഹ് നടത്തണമെന്ന് എത്ര പള്ളികളിൽ നിന്നാ ഉസ്താദന്മാർ പ്രസംഗിച്ചത്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, തൻ്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല ഉസ്താദെ, അതുകൊണ്ട് സിനിമാറ്റിക് ഡാൻസ് നടത്തി. അതാ ഭക്ഷണങ്ങൾ കുഴിവെട്ടിയിട്ട് അവസാനം മൂടേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതാ നിക്കാഹിൽ ഏറ്റവും ബറക്കത്ത് ചിലവ് കുറഞ്ഞ നിക്കാഹാണെന്ന് പറഞ്ഞത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. എത്രയാ പറഞ്ഞത് ഹറാമുകൾ കല്യാണത്തിന് വേണ്ട എന്ന്. നമ്മുടെ സ്റ്റാറ്റസിന് ചേരുന്ന രൂപത്തിൽ നമ്മൾ സിനിമാറ്റിക് ഡാൻസും മഞ്ഞക്കല്യാണവും ചുവന്ന കല്യാണവും ഒക്കെയായി അങ്ങോട്ട് ആർഭാടത്തോടു കൂടി നടത്തിയപ്പോൾ പിന്നെ എങ്ങനെയാ അള്ളാഹു ശിക്ഷിക്കാതിരിക്കുക? കള്ള് കുടിക്കല്ലടാ എന്ന് പറഞ്ഞപ്പോൾ അത് നിർത്താൻ പറ്റാതെ കുടിച്ചുകൊണ്ട് നടന്ന് കൂത്താടിയവരെത്രയാ? വ്യഭിചരിക്കല്ലെന്ന് പറഞ്ഞപ്പോൾ വ്യഭിചാരത്തിനോട് ചേർന്ന് നിന്നവരെത്രയാ? ആലിമീങ്ങളെയും തങ്ങന്മാരെയും കല്ലെറിഞ്ഞ് ചീത്ത വിളിച്ചവരെത്രയാ?
അതുകൊണ്ട് സഹോദരങ്ങളെ സൂക്ഷിച്ച് ജീവിച്ചോ. അല്ലാഹു തആല അവൻ്റെ നിഅമത്തുകൾ ഓർത്തു ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു രോഗം വന്നാൽ എല്ലാം തീരും. ഒരു ക്യാൻസർ, ഒരു മുഴ എവിടെയെങ്കിലും വന്നാൽ എല്ലാം തീരും. അത് വരണം. തലയിലൊരു മുഴയാണ്, ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇന്നലെ വരെ അഹങ്കരിച്ച് നടന്ന മനുഷ്യ, നിന്റെ അഹങ്കാരം എവിടെ പോയടാ? ഇന്നലെ നല്ല ബെൻസിലാ നടന്നത്, ചെറിയൊരു മുഴ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിന്റെ തലയിലുള്ള മുഴയുടെ ഒരു അംശം അയക്കണം ടെസ്റ്റിന് വേണ്ടി. ഇന്നലെ അഹങ്കരിച്ച് നടന്നവൻ്റെ അഹങ്കാരം ഇന്ന് തീർന്നില്ലേ സഹോദരങ്ങളെ? പിന്നെ അവനിക്ക് ബെൻസ് വേണ്ട. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അത് ക്യാൻസറാണെന്ന് പറഞ്ഞിട്ടില്ല, ട്യൂമറാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പള്ളിയിൽ കയറാതെ നോമ്പെടുക്കാതെ റബ്ബിനെ ധിക്കരിച്ച് നടന്ന മനുഷ്യൻ്റെ അഹങ്കാരം തീർന്നു പോയെങ്കിൽ ഇത്രയോ ഉള്ളൂ നമ്മുടെ അഹങ്കാരം സഹോദരാ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീരും. ഒരു ചെറിയ വാർത്ത വന്നാൽ മതി. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ വരുമ്പോൾ നന്ദിയുള്ള അടിമകളായി മാറണം. നന്ദിയുള്ള അടിമകളായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തിരുവനന്തപുരത്ത് RCC ഉണ്ട്, റീജിയണൽ ക്യാൻസർ സെൻ്റർ ഉണ്ട്. അവിടെയൊന്ന് പോയി നോക്കടാ മനുഷ്യ. ആശുപത്രിയിൽ ചെന്നാൽ സദാ സ്രഷ്ടാവിന് ശുക്രിന് ഓർമ്മ വരുന്നതാ ഹൃദയത്തിന്. നമുക്കുള്ള രോഗമിൽ എത്രയോ വലുതാണ്, പിടിപിട്ട് കഴിയുന്നുണ്ട് കാലം നീണ്ടത്. ഒന്ന് RCCയിലൊക്കെ വല്ലപ്പോഴൊന്ന് പോയി നോക്കണം. അപ്പോൾ പോപ്പ കാണാൻ വെള്ളം ഇറക്കാൻ പറ്റാത്തവൻ, വായിലൂടെ രക്തം വരുന്നവൻ, മൂക്കിലൂടെ ഉയറിട്ടവൻ, അവരെയൊക്കെ നമുക്ക് കാണാം. അപ്പോഴേ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. മഹാനായ തഴവാ ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പറയുകയാണ്, ചില ഉന്തു വണ്ടികളിൽ കിടത്തിക്കൊണ്ടതാ പോകുന്നു വേറൊന്നിൽ ഇരുത്തി വരുന്നതാ. ഉമിനീരിറക്കാൻ വയ്യവായിൽ കൂടി ട്യൂബിട്ട് മൂക്കിൽ കൂടിയ പരിപാടി. രക്തം ഒലിച്ചിറങ്ങുന്നു വായിൽ കൂടി, ബെഡിൽ കുരത്താ കിടക്കുന്നു മുഖം വാടി. ഇവയൊന്നുമില്ല നമ്മളിൽ എന്നോർത്ത് ശുക്റാണു വേണ്ടത് നാക്ക് ഖൽബും ചേർത്ത്. അല്ലാഹുവേ, പടച്ച റബ്ബേ, എത്രയോ ആശുപത്രികളിലാ ക്യാൻസറിൻ്റെ രോഗികൾ. അതാ ഉള്ളിലേക്ക് വെള്ളമിറക്കാൻ കഴിയാതെ അല്ലാ വയറ്റിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടുകയാ. വയറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരരി വറ്റിറക്കാൻ പറ്റുന്നില്ല. ശരീരത്തിൻ്റെ തൊലി മുഴുവനും അതാ ഇളകിപ്പോയി. ശരീരം മുഴുവനും അതാ മെലിഞ്ഞിട്ട് എല്ലിനോട് ചേർന്നു പോയി. ഇന്നലെ വരെ സന്തോഷത്തോടെ നടന്ന, മേനി പിടിപ്പിച്ച് സുന്ദരമാക്കിയ അവൻ്റെ തലമുടി മുഴുവനും ഡയാലിസിസ് ചെയ്തപ്പോ പൊഴിഞ്ഞു പോയി. ഇന്നവന് സുന്ദരനല്ല, അവനിക്കിന്ന് ഗ്ലാമറില്ല, അവനിക്ക് ചുറുചുറുക്കില്ല, അവൻ്റെ ശരീരത്തിൽ മാംസമില്ല, അവനിക്ക് ഒന്നുമില്ല. അത്രത്തോളം മതപ്പതിച്ചു പോയി എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഈ രോഗമൊന്നും വിദൂരമല്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം. അള്ളാഹു എപ്പോൾ വേണമെങ്കിലും നമ്മളെ പരീക്ഷിക്കാം. അതൊക്കെ വയസ്സാകുമ്പോഴേ വരുള്ളൂ എന്നൊന്നുമില്ല.
ജനിച്ചു വീഴുന്ന കുട്ടികൾ പോലും ക്യാൻസർ വന്നുകൊണ്ട് എത്രയാ ഉള്ളത്. അതുകൊണ്ട് എപ്പോഴും എങ്ങനെയും വരാം. അല്ലാഹു തആലയെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. റബ്ബ് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറഞ്ഞില്ലേ പരിശുദ്ധമായ ഖുർആനിൻ്റെ അൻകബൂത്ത് സൂറത്തിൻ്റെ 40-ാമത്തെ ആയത്തൊന്ന് എടുത്തു നോക്ക്, അതൊന്ന് ഓതി നോക്ക്. എന്താ അതിൽ പറയുന്നത്? ഫകുല്ലൻ അഖദിനാ ബിദംബിഹി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ വമിൻഹും മൻ അഖദതുഹു സ്വൈഹതു വമിൻഹും മൻ ഖസഫനാ ബിഹിൽ അർളാ ومنهم من عرفنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. നിങ്ങളെപ്പോലെ ധിക്കാരികളായി അഹങ്കാരികളായി അള്ളാഹനെ അനുസരിക്കാതെ ജീവിച്ചവരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ ജീവിച്ച എന്നെയും നിങ്ങളെക്കുറിച്ചും മനുഷ്യന്മാരെ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത് കണ്ടോ? ഫകുല്ലൻ അഖദിനാ ബിദംബിഹി. ആരാണോ തെറ്റ് ചെയ്യുന്നത്, ഏത് സമുദായമാണോ തെറ്റ് ചെയ്യുന്നത്, അവരെ ഞാൻ പിടിച്ചു നിർത്തുമടാ. അവൻ്റെ കഴുത്തിൽ ഞാൻ പിടിക്കുമടാ. മീനിനിക്ക് ചൂണ്ടയിട്ട് കൊടുക്കുന്നത് പോലെ ഞാൻ കുറേ ദൂരം ചൂണ്ടയിട്ട് കൊടുക്കും. അവസാനം കുരുങ്ങിയെന്ന് കണ്ടാൽ ഒരൊറ്റ പിടിയാ. അങ്ങനെയാണല്ലോ, മീനിങ്ങനെ കടിച്ച് കൊണ്ടുപോയി അവസാനം കുടുങ്ങിയെന്ന് കാണുമ്പോൾ ഒരൊറ്റ പിടുത്തമാ. അതുപോലെ ഒരു പിടുത്തം നിന്നെയും എന്നെയും പിടിക്കുമെടാ. അല്ലാഹു പറയുന്നു ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ. ചിലരുടെ നേരെ ഞാൻ കൊടുങ്കാറ്റയച്ചു വിട്ടോ, ചിലരുടെ നേരെ ഞാൻ കൊടുങ്കാറ്റ് പറഞ്ഞു വിട്ടോ. അവരങ്ങനെ നശിച്ചു പോയില്ലേ? ഫിറഔനിൻ്റെ കാലഘട്ടത്തിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസരിക്കാതെ ധിക്കാരികളായിക്കൊണ്ട് ജീവിച്ചപ്പോ ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ. ഒരു സമയത്ത് അവരുടെ നേരെ കൊടുങ്കാറ്റയച്ചുകൊണ്ട് അവരെ കുറേ പേരെ നശിപ്പിച്ചില്ലേ? പിന്നെയോ വീണ്ടും പറയുന്നു വമിൻഹും മൻ അഖദതുഹു സ്വൈഹതു. വീണ്ടും പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ചിലരുടെ നേരെ ഞാൻ ഘോരഘോരമായ ശബ്ദമയച്ചു, ചിലരുടെ നേരെ ഞാൻ കൊടുങ്കാറ്റയച്ചോ. ഇന്ന് എത്ര കൊടുങ്കാറ്റുകളാ, ഓക്കി പോലെ, ഡയാന പോലെ എത്ര കൊടുങ്കാറ്റുകളാ ലോകത്തിൽ അടിച്ചു വീശിയത്. എത്ര ലക്ഷങ്ങളാ പിടഞ്ഞു വീണ് മരിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ റബ്ബിൻ്റെ ഓരോ സിഗ്നലുകളാണ്, സൂക്ഷിക്കാനുള്ള സിഗ്നലുകളാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തെളിവുകളാണ്. മടങ്ങിക്കോ, ഇത്തഖില്ലാ, അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുമോനെ. ചിലരെ നാമതാ ഭയാനകരമായ ശബ്ദത്തിൽപ്പെടുത്തി കൊന്നുകളഞ്ഞു. ഇനിയാണ് പറയുന്നത് വമിൻഹും മൻ ഖസഫനാ ബിഹിൽ അർളാ. സ്വർഗരതിക്ക് വേണ്ടി വാദിക്കുന്നവരെ, സ്വർഗത്തിൻ്റെ പിന്നാലെ സ്നേഹവുമായി കടന്നു പോകുന്ന 21-ാം നൂറ്റാണ്ടിൻ്റെ നാറിയ യുഗത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലൂത്ത് നബി എന്ന് പറയുന്നൊരു പ്രവാചകൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകൻ്റെ കാലഘട്ടത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. സ്വർഗരതിയുമായിട്ട് ആണിന് ആണിനോടാണ് കമ്പം, പെണ്ണിന് പെണ്ണിനോടാണ് കമ്പം.
പെണ്ണിന് ആണിനെ വേണ്ട, ആണിന് പെണ്ണിനെ വേണ്ട. അങ്ങനെ സ്വർഗരതീനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ച ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിലേക്ക് അള്ളാഹു ഇറക്കിയ ശിക്ഷ കണ്ടോ? വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള, ഭൂമിയെ മറിച്ച് നമ്മൾ അവരെ കൊന്നുകളഞ്ഞോ. വമിൻഹും മൻ അറഫ്നാ, ചിലരെ നാം മുക്കിക്കളഞ്ഞോ. എത്ര വെള്ളപ്പൊക്കമായിന്ന് വരുന്നത്. കഴിഞ്ഞ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങൾ പോലും വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയെങ്കിൽ ഇതേ തെറ്റുകൾ, ഇതിനേക്കാൾ തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു തലമുറയിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അവരെ നാം വെള്ളപ്പൊക്കത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടന്നപ്പോൾ ആ സമുദായത്തിന് നാം വെള്ളത്തിൽ മുക്കി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ കാനല്ലാഹു ലിയളിമഹും. നിങ്ങൾ ചോദിച്ചു പോകണ്ട, നിങ്ങൾ ചിന്തിച്ചു പോകണ്ട. എന്തെന്ന് ചിന്തിക്കണ്ടെന്നാ? എന്തിനാ റബ്ബ് ഇങ്ങനെ ഞങ്ങളെ പരീക്ഷിക്കുന്നത്? എന്തിനാ റബ്ബ് നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എല്ലാ വർഷവും വെള്ളപ്പൊക്കമാ, എല്ലാ വർഷവും അതാ മഴയാ, എല്ലാ വർഷവും ഉരുൾപൊട്ടലാ, എല്ലാ വർഷവും കൊടുങ്കാറ്റാ. എന്തിനാ റബ്ബ് നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ചിന്തിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ കാനല്ലാഹു ലിയളിമഹും. അള്ളാഹു നിന്നെ ശിക്ഷിക്കൂലടാ. ഒരു കാരണമില്ലാതെ അകാരണമായി കാരുണ്യവാനായ തമ്പുരാനെ നിന്നെ പരീക്ഷിക്കൂല പൊന്നുമോനെ. അല്ലാഹു പറയുന്നു, വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ. നിന്നെ അല്ലാഹു ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്ത തെറ്റുകൾ കൊണ്ടു തന്നെയാണ് നിന്നെ ശിക്ഷിക്കുന്നതെന്ന്, നിന്റെ സമുദായത്തിനെ, നിന്റെ ലോകത്തിനെ ശിക്ഷിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ അല്ലാഹു വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ അവനെ ഒന്ന് ശിക്ഷിച്ചാലോ, അവിടേക്കൊന്ന് ശിക്ഷ ഇറക്കിയാലോ എന്നങ്ങനെ വിചാരിച്ചിട്ട് ഇറക്കി തരുന്നതല്ല. ഇത് നമ്മളായി ചോദിച്ച് മേടിക്കുന്നതാണ്. അത് മ്യാൻമറിൻ്റെ ചരിത്രമാണെങ്കിലും അഫ്ഗാനിസ്ഥാനാണെങ്കിലും ഇറാഖാണെങ്കിലും അത് ഫിലസ്തീനാണെങ്കിലും നോക്കിയാൽ അവിടെ അതിരുവിട്ട അള്ളാഹുവിൻ്റെ ധിക്കാര പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ റബ്ബിനെ അനുസരിക്കാതെ ധിക്കാരികളായി മാറിയപ്പോഴാണ് അവിടേക്കൊക്കെ ശത്രുക്കൾ ഇരമ്പിക്കയറിയതെന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മുത്തുനബിയുടെ ദുആ ഒന്ന് മാത്രമാണ് നമ്മുടെ കാവലെന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിനെ മറക്കാൻ പാടില്ല. അല്ലാഹു മുൻകഴിഞ്ഞ സമുദായത്തിനൊക്കെ കൊടുത്ത എല്ലാ ശിക്ഷകളും അല്ലേ നമുക്ക് ഇറക്കി തരുന്നുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കങ്ങളും അതുപോലെ പേമാരികളും കൊടുങ്കാറ്റുകളും കൊലകളും കൊലപാതകങ്ങളുമൊക്കെ നമ്മളിലേക്കും അല്ലാഹു ഇന്നിറക്കുന്നുണ്ട്. മൊത്തമായി നശിപ്പിക്കുന്നില്ല എങ്കിലും ഒരു സൈഡിൽ നിന്ന് അല്ലാഹു ഒതുക്കുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങി ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങി. എപ്പോഴും വേണമെങ്കിലും നമുക്ക് മരിച്ചു പോകാം. അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കണം, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് റബ്ബിന് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് നന്നായിട്ട് നമ്മളിന്ന് ജീവിക്കണം. ഇന്ന് നമസ്കരിക്കാം പള്ളിയിൽ ആരാ? ഇന്ന് ഫേസ്ബുക്ക് നോക്കാൻ സമയം തീരെയില്ല, വാട്സപ്പ് നോക്കിയിട്ട് സമയം തീരുന്നില്ല. ഇന്നലെ ഉസ്താദ് പറഞ്ഞതുപോലെ ഖുർആൻ ഓതാൻ ആർക്കാണെന്ന സമയമെടാ? ഇന്ന് റബ്ബ് നമുക്ക് തന്ന 24 മണിക്കൂറിൻ്റെ ഭൂരിഭാഗവും റബ്ബിനിക്ക് എതിരായിട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്.
അല്ലാഹുവേ, ഫളുൽ മർസൂഖി തങ്ങളുടെ ആണ്ട് ദിവസത്തിൽ നിന്ന് എത്ര പേരാ നമ്മുടെ മജ്ലിസിലുള്ളത്? ഇത് കേട്ടിട്ടും അറിഞ്ഞിട്ടും മഹാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പോലും ഒന്ന് തിരിഞ്ഞു നോക്കാത്ത എത്രയോ ഹതഭാഗ്യരുണ്ട്. 5 വഖത്ത് പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന സുന്ദരമായ ബാങ്കിൻ്റെ അലയൊലികൾ കർണപുടത്തിലേക്ക് വന്ന് പതിക്കുമ്പോൾ അതിനൊന്ന് ചെവിക്കൊടുക്കാതെ വീട്ടിൻ്റെ ഉള്ളറകളിൽ ഒതുങ്ങുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ആ വീട്ടിൻ്റെ ഉള്ളറകളിലുള്ള നമസ്കാര പായയിലേക്ക് പോകാതെ മാറി നിൽക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. ഭർത്താവ് ഗൾഫിലാണ്, അതാ കാമുകനുമായി സൊല്ലുന്ന എത്രയോ പേരുണ്ട്. കാമുകീനെ സ്വന്തം ഭാര്യയുള്ളപ്പോ കാമുകീൻ്റെ കൂടെ നടക്കുന്ന എത്രയോ പേരുണ്ട്. വേണ്ടടാ പൊന്നുമോനെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആന്, അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലാ തസൂൽ ഖദമ അബ്ദൻ യൗമൽ ഖിയാമ. നാളെ ആരോരുമില്ലാത്ത ഖിയാമത്ത് നാളുണ്ടല്ലോ, നാളത്തെ മഹിഷറ വൻസഭയുണ്ടല്ലോ. ഒരു ചാണുയരെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ചെമ്പിട്ട തറയിൽ നമ്മളിങ്ങനെയതാ വിയർപ്പിൽ മുങ്ങിക്കൊളിച്ചുകൊണ്ട് ചെയ്ത പാപത്തിൻ്റെ കേടുകളെ തീർക്കാൻ വേണ്ടി റബ്ബിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ഉത്തരം മുട്ടിക്കൊണ്ട് വിറച്ച് മഹിഷറ വൻസഭയിലെ മൈതാനിയിൽ നിൽക്കുന്ന നേരമുണ്ടല്ലോ പൊന്നുമോനെ. ആ സമയത്ത് റസൂലുള്ള പറയുകയാ, ലാ തസൂലു ഖദമ അബ്ദന യൗമൽ ഖിയാമ. ഒരു കാല് നിനക്ക് സ്വർഗത്തിലേക്ക് ചലിപ്പിക്കാൻ പറ്റൂല, ഒരു കാല് നിനക്ക് മുന്നോട്ട് വെക്കാൻ പറ്റൂല. ഒന്ന് സ്വർഗത്തിലേക്ക് പോവട്ടെയോ അല്ലാ, അനുവാദമില്ല മോനെ. ഒന്ന് മാറി നിന്നോട്ടെ, അതിനും അനുവാദമില്ല. ഏതുവരെ എന്നറിയുമോ നബിത്തങ്ങൾ പറയട്ടെ, ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ. നിനക്ക് ഞാൻ തന്ന ആയുസ്സില്ലേ, അല്ലാഹു പറയുകയാ, നിനക്ക് ഞാൻ തന്ന ആയുസ്സില്ലേ, ഈ ദുനിയാവിലെ സുന്ദരമായി ജീവിക്കാൻ ഞാൻ നിനക്ക് തന്ന കാലുകളില്ലേ, നിനക്ക് തന്ന വയസ്സുകളില്ലേ, പ്രായങ്ങളില്ലേ, ആ പ്രായത്തിൻ്റെ ഓരോ നിമിഷവും എന്തിനു വേണ്ടിയാ ചിലവഴിച്ചതെന്ന് റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് വയ്ക്കാതെ അവിടെ നിന്നൊരു കാല് മുമ്പോട്ട് ചലിപ്പിക്കാൻ പറ്റൂല പൊന്നുമോനെ. വഅൻ ഇൽമിഹി ഫീമാ ഫഅല. പള്ളിയിലെ മദ്രസയിൽ നിന്ന് ഉസ്താദ് എന്തെല്ലാം പഠിപ്പിച്ചോ, വാതുകളാകുന്ന വാളിൻ്റെ പരമ്പരയിൽ പോയിരുന്നപ്പോൾ എന്തെല്ലാം അറിവുകൾ നമ്മൾ കേട്ടോ. ദീനീ ദറസുകളിൽ നിന്നുകൊണ്ട് എന്തെല്ലാം കിതാബുകൾ നമ്മൾ ഓതി പഠിച്ചോ. അള്ളാഹു നമുക്കെന്തെല്ലാം അറിവുകൾ തന്നിട്ടുണ്ട്. ആ അറിവുകൾ ഫീമാ ഫഅല, അതെന്തിനു വേണ്ടി നീ പ്രവർത്തിച്ചോ? നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചോ, തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചോ, ഹറാമുകൾ ചെയ്യാൻ പ്രവർത്തിച്ചോ? എന്തിനാണ് മോനെ നീ പ്രവർത്തിച്ചതെന്ന് ചോദിക്കാതെ കാല് മുമ്പോട്ട് വെക്കാൻ പറ്റൂല മോനെ. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു. അല്ലാഹു തന്ന ഓരോ രൂപയും റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് വയ്ക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അറിയില്ലേ, ലോകത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം നാളെ സ്വർഗത്തിലേക്ക് അവസാനമായി കടക്കുന്ന പ്രവാചകനാരാണ്? നാളെ സ്വർഗത്തിലേക്ക് അവസാനമായി കടക്കുന്ന പ്രവാചകനാരാണ്? നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്.
കാരണമെന്തേ? 1,24,000 പ്രവാചകന്മാരും സ്വർഗത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ സുലൈമാൻ നബിയെ കാണാനില്ല. നോക്കി, എവിടെ സുലൈമാൻ? സ്വർഗത്തിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാ വരാത്തത്? അവസാനം നോക്കുമ്പോൾ സുലൈമാൻ നബി മന്ദം തളർന്ന് വിയർപ്പൊഴുക്കിക്കൊണ്ട് പരവശനായിക്കൊണ്ട് തളർന്നുകൊണ്ട് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ പടിക്കെട്ടുകൾ ചവിട്ടിക്കൊണ്ട് കടന്നു വരുമ്പോ പൊന്നുമോളെ, പണത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന ചെറുപ്പക്കാരാ, സുലൈമാൻ നബി പറയുകയാണ്. സുലൈമാൻ നബിയോട് അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അല്ല സുലൈമാനേ, എവിടെയായിരുന്നു ഇത്രയും സമയം? നിന്നെ കാണാനില്ലായിരുന്നല്ലോ, എന്തേ നീ വരാത്തത്? നീ ഉലുൽ അസ്മുകളിൽ പെട്ട പ്രവാചകനാണല്ലോ, എന്താ എവിടെയായിരുന്നു നീ എന്ന് ചോദിച്ചപ്പോ സുലൈമാൻ നബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് ഈ ലോകത്തിൻ്റെ മുഴുവനും അധികാരം റബ്ബ് തആല നൽകിയപ്പോ മത്സ്യത്തിനെയും ജിന്നവർഗത്തിനെയും മനുഷ്യവർഗത്തിനെയും സാഗരങ്ങളിൽ ഒളിയിടുന്ന മത്സ്യങ്ങളെയും മത്സ്യങ്ങളുടെ പുറത്തിരിക്കുന്ന ചെറുജീവികളെയും മാമരങ്ങളിൽ കൂട്ടിയിരിക്കുന്ന കുഞ്ഞിക്കിളികളെയും ആ കുഞ്ഞിക്കിളികളുടെ ശരീരത്തിലിരിക്കുന്ന ചെറുപ്രാണികളെയും എല്ലാത്തിനെയും എൻ്റെ കീഴിൽ അധികാരത്തിൽ കൊണ്ടുവന്ന് അള്ളാഹു ലോക ചക്രവർത്തിയായിട്ട് എന്നെ ഉയർത്തിയിട്ട് സമ്പാദ്യത്തിൻ്റെ കണക്ക് മുഴുവനും എൻ്റെ കയ്യിൽ തന്ന അള്ളാഹു എന്നെ സ്വർഗത്തിലേക്ക് കടത്തുന്നതിന് മുമ്പ് എന്നോട് ഈ ലോകത്തിലുള്ള എല്ലാ സമ്പത്തിൻ്റെയും എനിക്ക് തന്ന സമ്പത്തിൻ്റെ കണക്ക് മുഴുവനും ഓരോ രൂപയുടെയും കണക്ക് ചോദിച്ച് അതിൻ്റെ മുഴുവനും ഉത്തരം പറയാതെ എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അവകാശം എൻ്റെ റബ്ബ് തന്നില്ല നബിയേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനായ സുലൈമാൻ നബി പറയുമ്പോൾ ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അഹങ്കരിക്കാൻ നമുക്ക് അവകാശമില്ല, ധിക്കാരികളായി നടക്കാൻ അവകാശമില്ല. റബ്ബ് തന്ന നിഅമത്തിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. അങ്ങനെ നന്നായി ജീവിച്ച് മരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് തന്ന ആയുസ്, നമുക്ക് തന്ന അറിവ്, നമുക്ക് തന്ന ജീവിതങ്ങൾ, നമുക്ക് തന്ന സമ്പത്ത് എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് വയ്ക്കാതെ മുമ്പോട്ട് ചലിക്കാൻ പോലും പറ്റൂല എന്ന് പറയുമ്പോൾ, എടാ നിനക്ക് തന്ന പൈസ എന്തിന് നീ ചിലവഴിച്ചു? കള്ളു കുടിച്ചല്ല, വ്യഭിചാരിക്ക് കൊടുത്തു അല്ല, സ്വതക്ക കൊടുത്തില്ല അല്ല, സക്കാത്ത് കൊടുത്തില്ല അല്ല, ആർഭാടത്തിന് വേണ്ടി ചിലവഴിച്ചു അല്ല എന്ന് പറയേണ്ട ഗതികേട് വന്നാൽ നമ്മൾ ഹതഭാഗ്യരായി പോവൂലേ? അതുകൊണ്ട് നന്നായി ജീവിച്ച് നന്നായി മരിക്കണം. നന്നായി ജീവിച്ചാൽ മാത്രം പോരാ, നന്നായി മരിക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നന്നായി മരിക്കണമെങ്കിൽ നന്നായി ജീവിക്കണം. അത് പരസ്യ ജീവിതത്തിൽ മാത്രം പോരാ, രഹസ്യ ജീവിതത്തിലും അങ്ങനെയായിരിക്കണം. പരസ്യത്തിൽ നമ്മൾ വെള്ള വസ്ത്രമാണ്, ഖമീസാണ്, തലപ്പാവുണ്ട്. പക്ഷേ രഹസ്യത്തിൽ വൃത്തികെട്ടവനാണെങ്കിൽ റബ്ബിൻ്റെ മുന്നിൽ സ്ഥാനമില്ല. അത്തഖ്വാ ഹാഹുനാ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അഹ്മദുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അബ്ദുല്ലാഹി ഇബ്നു അഹ്മദുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ഹജ്ജിൻ്റെ സമയത്ത് കഅബാലയത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ, അല്ലാഹുവേ എത്ര പേടിപ്പെടുത്തുന്ന ചരിത്രമാണ്.
വർഷങ്ങളായി പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഞാൻ, വർഷങ്ങളായി ഹജ്ജിന് പോകുന്ന എത്രയോ പേരുണ്ട്, എത്രയോ ഉംറ ചെയ്തവർ ഇക്കൂട്ടത്തിലുണ്ട്, എത്രയോ നന്മകൾ ചെയ്തവർ ഇക്കൂട്ടത്തിലുണ്ട്. അബ്ദുല്ലാഹിബ്നു അഹ്മദുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കഅബാലയത്തിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ കഅബയുടെ അടുക്കൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. ഒരാൾ കഅബയുടെ അടുക്കൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ എന്നറിയോ? അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ നാളെ മരിച്ചു പോകുമ്പോൾ, ഈ ദുനിയാവിൽ നിന്ന് എൻ്റെ റൂഹ് നിൻ്റെ അടുക്കലേക്ക് വിട്ടുപിരിയുമ്പോൾ, ആ സമയത്ത് ഞാനൊന്ന് മുസ്ലിമായിട്ട് മരിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാ, എന്നെ ഒന്ന് മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ എന്ന് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. ഇത് കണ്ടുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അഹ്മദുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് വന്നിട്ട് ചോദിച്ചു, വമാ ഖിസ്സതുക ലാ യസീദു അലാ ദാലിക ശൈആ, എത്രയോ സമയമായി പൊന്നുമോനെ ഈ ഒരൊറ്റ ദുആ മാത്രം നീ ചെയ്തുകൊണ്ട് നിൽക്കുന്നു, വേറെ ഒരു ദുആയും നീ ചെയ്യുന്നില്ലല്ലോ. അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ, എന്നെ ഈ ദുനിയാവിൽ നിന്ന് മുസ്ലിമായി മരിപ്പിക്കണേ എന്ന ദുആ മാത്രം നീ ചെയ്യാനുള്ള കാരണമെന്താ എന്നാ മനുഷ്യനോട് അബ്ദുല്ലാ തങ്ങൾ ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുകയാണ്, യാ അബ്ദുല്ലാഹിബ്നു അഹ്മദുൽ മുഅദ്ദിൻ തങ്ങളെ, ലൗ അലിംത ഖിസ്സതി, തങ്ങൾക്ക് എൻ്റെ കഥയറിയാമോ? ഈ ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ലൗ അലിംത ഖിസ്സതി, എൻ്റെ ചരിത്രം തങ്ങൾക്കറിയുമോ? ലൗ അലിംത ഖിസ്സതി, എൻ്റെ ചരിത്രം തങ്ങൾക്കറിയുമോ? എന്താണ് ചരിത്രമെന്നറിയുമോ? കാനലി അഖവാനി, എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. എത്ര ഭയാനകരമായ ചരിത്രമാണ്. വകാനൽ അക്ബറു മിൻഹുമാ മുഅദ്ദിനൻ അദ്ദന 40 സന, എൻ്റെ വലിയ കാക്ക, എൻ്റെ രണ്ട് സഹോദരങ്ങളിൽ മൂത്തയാള്, അയാൾ സുബ്ഹാനല്ലാഹ് 40 വർഷം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച, അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച, 40 വർഷം ബാങ്ക് വിളിച്ചാൽ സ്വർഗമുണ്ടെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലയോ? അങ്ങനെ 40 വർഷം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച എൻ്റെ വലിയ കാക്കയുണ്ടായിരുന്നു. ഫലമ്മാ ഹളറൽ മൗതു, എൻ്റെ വലിയ കാക്ക് മരണം ആസന്നമായപ്പോ, മരിക്കാൻ സമയമായപ്പോ, ദഅബിൽ മുസ്ഹഫി, മുസ്ഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു, മുസ്ഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു. ഫളനന്ന അന്നഹു യതബറകു ബിഹി വയഖറഉ മിൻഹു ശൈആ, ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അതിൽ നിന്ന് ഓതാനായിരിക്കുമെന്ന്, ആ ഖുർആൻ കൊണ്ട് ബറക്കത്തെടുക്കാനായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ സന്തോഷത്തോടെ ഖുർആൻ കൊണ്ടുപോയി എൻ്റെ മൂത്ത ഇക്കാക്കയുടെ കയ്യിലേക്ക് ഞാൻ കൊടുത്തപ്പോ, എൻ്റെ മൂത്ത ഇക്കാക്ക എന്നോട് പറയുകയാ, അന്നഹു ബരീഉം മിമ്മാ ഫീഹി സുമ്മ തഹവ്വല ഇലാ ദീനിൻ നസ്റാനിയ. പടച്ച റബ്ബേ, 40 വർഷം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച മുഅദ്ദിനാണ്,
നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആ മനുഷ്യൻ പറയുകയാണ്, മരണമാസന്നമായ മനുഷ്യൻ പറയുന്നു, എൻ്റെ ഖുർആൻ കൊണ്ടുവരൂ മനുഷ്യ എന്ന് പറഞ്ഞ് ഖുർആൻ കൊണ്ട് കൊടുത്തപ്പോൾ അയാൾ പറയുകയാണ്, അന്നഹു ബരീഉം മിമ്മാ ഫീഹി, എനിക്ക് ഖുർആനുമായി ഒരു ബന്ധവും ഇല്ല. എന്നിട്ട് സുമ്മ തഹവ്വല ഇലാ ദീനിൻ നസ്രാനിയ, ക്രിസ്ത്യാനിയായി നസ്രാനിയായിട്ട് ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നസ്രാനിയായിട്ട് അയാളങ്ങ് ചത്തുപോകുമ്പോ അബ്ദുല്ലാഹിബ്നു അഹ്മദ് തങ്ങളെ, നമുക്ക് വല്ലാത്ത ഭയമുണ്ട് തങ്ങളെ. ഫലമ്മാ ദുഫിന, അങ്ങനെ ഒന്നാമത്തെ ഇക്ക മരിച്ചപ്പോൾ അദ്ദനൽ ആഖറു, രണ്ടാമത്തെ ഇക്ക പള്ളിയിലെ ജോലി ഏറ്റെടുത്തു. 30 സന, അദ്ദേഹം 30 വർഷം ബാങ്ക് വിളിച്ചു. ഫലമ്മാ ഹദറൽ മൗതു ഫഅല കമാ ഫഅല, എൻ്റെ രണ്ടാമത്തെ ഇക്കാക്ക് മരണമാസന്നമായപ്പോഴും ഇതുപോലെ തന്നെ മൂത്ത ഇക്കാക്ക് ചെയ്തതുപോലെ ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഖുർആൻ കൊണ്ട് കയ്യിൽ കൊടുത്തപ്പോ എൻ്റെ രണ്ടാമത്തെ ഇക്കാക്കയും പറഞ്ഞു, ഈ ഖുർആനുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും നസ്രാനിയായിട്ട് മരിച്ചപ്പോ ഫഉഅവ്വിദുല്ലാഹ തആല അൻ യഹ്ഫള അലാ ദീനി, എനിക്ക് പേടിയുണ്ട് തങ്ങളെ, എനിക്ക് മരിക്കാൻ നേരം ഞാനും എൻ്റെ ഇക്കാക്കമാരെ പോലെ നസ്രാണിയായിട്ട് മരിച്ചു പോകുമോ എന്നെനിക്ക് പേടിയുണ്ട്. ഉടനെ അബ്ദുള്ള തങ്ങൾ ചോദിച്ചു, മാക്കാന ദംബുഹുമാ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ നിർത്തുകയാണ്. മാക്കാന ദംബുഹുമാ, നിന്റെ മൂത്ത 2 കാക്കമാര് ചെയ്ത തെറ്റെന്താണ്? നിന്റെ മൂത്ത 2 കാക്കമാര് ചെയ്ത തെറ്റെന്താണ്? കാനാ യതതബ്ബഅനി ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ ഔറത്തിലേക്ക് അവർ നോക്കുന്നവരായിരുന്നു. സ്ത്രീകളുടെ ഔറത്തിലേക്ക്, ലൈംഗിക അവയവങ്ങളിലേക്ക്, ബ്ലൂ ഫിലിമുകളിലേക്ക് പോയി നോക്കുന്നവരായിരുന്നു, തെറ്റുകുറ്റങ്ങളിലേക്ക് നോക്കുന്നവരായിരുന്നു. അബ്ദുള്ള തങ്ങൾ പറഞ്ഞു, ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരുടെ ആഖിബത്ത് നശിച്ചു പോയതെന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ തങ്ങൾ പറയുമ്പോൾ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മൻ മല ഐനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാബീരിൻ മിനന്നാർ. ഹറാമായ പെണ്ണുങ്ങളുടെ ഔറത്തിലേക്ക് നീ നോക്കിയാൽ, ബ്ലൂ ഫിലിമുകൾ നിന്റെ കണ്ടുകൊണ്ട് കണ്ടാൽ, മല അല്ലാഹു ഐനഹു ബിമസാബീരിൻ മിനന്നാർ, നാളെ നീ നരകത്തിലേക്ക് പോകുമ്പോ നിന്റെ കണ്ണില് തീ വാരിയിട്ടിട്ട് സുർമ വരയ്ക്കുമെന്ന്, തീ കൊണ്ട് സുർമ വരയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നായി ജീവിക്കണം. തെറ്റുകളില്ലാതെ, ഹറാമുകൾ കാണാതെ, തെറ്റുകുറ്റങ്ങളില്ലാതെ നന്നായിട്ട് ജീവിച്ച് നന്നായിട്ട് മരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.